ത്രിയേക ദൈവത്തിന് സ്തുതി. മനോഹരമായ കർത്തൃ ദിവസത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഇന്ന് നൊയമ്പിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമെന്ന് പറയുന്നത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം നമുക്ക് ചിന്തിക്കുവാനായിട്ട് പിതാക്കന്മാരെ ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഗോർഹോഹോ എന്ന ഞായറാഴ്ച എന്നാണ് പിതാക്കന്മാർ ഇതിനെ കാണിച്ചു തന്നിരിക്കുന്നത്. എന്താണ് ഗോബോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? കർത്താവായ യേശു ക്രിസ്തു ിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ അവിടെ ദേഹം മുഴുവൻ കുഷ്ഠരോഗം ബാധിച്ച് ഒരുവൻ അവിടെ എത്തി. അവൻ യേശുവിനെ കണ്ട് കവിഞ്ഞു വീണ്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുക എന്ന് പറഞ്ഞു. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ഭക്ഷണ രീതികളൊക്കെ ഈ നൊയമ്പിൻ്റെ നാളുകളിൽ ഉപേക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ചിലതിനെയൊക്കെ ഉപേക്ഷിക്കുന്നതും ചിലതിനെയൊക്കെ സ്വീകരിക്കേണ്ടതും നമ്മുടെ കടമയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ആത്മീയവും ലൗകികവുമായ ചിന്തകളിൽ ഈ നാളുകൾ പരിശുദ്ധ സഭ എന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒരു തീർത്ഥാടനം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. എന്താണ് തീർത്ഥാടനം എന്ന് പറയുന്നത്? നമ്മളൊക്കെ ഒരു യാത്ര പോകുമ്പോൾ ഒരപകടമുണ്ടാകാമോ എന്ന് ചിന്തിക്കുക. അപകടമുണ്ടായാൽ ആരാണ് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ആദ്യം കടന്നു വരുന്നത്? ആദ്യം പോലീസ് വരും, പിന്നീട് പവർ ഹൗസ് വരും. ഇങ്ങനെ ഓരോ ആളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് യാത്ര പോകുമ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ ഒന്നുമില്ല, അഗ്നിരക്ഷ സുരക്ഷ ജീവനക്കാർ വരും. അതുപോലെ ആണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ നിരാശകൾ വരാം, പ്രതിസന്ധികൾ വരാം. അതിനെല്ലാം തരണം ചെയ്യുവാനായിട്ട് ഈ നൊയമ്പ് കാലം മുഖാന്തരമായി തീരട്ടെ എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തും.